ഇല്ല മോളെ, പ്രഭുവോടെ എന്ത് പറ്റി മോളെ? പിണങ്ങിയിട്ടാണോ വന്നത്? പറയൂ. അമ്മ ചോദിച്ചത് കേട്ടില്ലേ? പിണങ്ങി പോന്നതാണോ? അല്ല, രക്ഷപ്പെട്ടതാണ്. എന്ത് തോന്നിയാസമാണ് നീ കാണിച്ചത്? കെട്ടിയവന്റെ വീട്ടിൽ പണിയാൽ ഈ വീട്ടിൽ സ്ഥാനമുണ്ടാകുമെന്ന് നീ കരുതുന്നുണ്ടോ? നിന്നെ ഞാൻ... ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ പൊയ്ക്കൊള്ളാം. കിടന്നുറങ്ങാൻ എനിക്ക് കടത്തിണ്ണുകളുണ്ട്. എന്നേക്കുമായി നിങ്ങളെ എനിക്കിഷ്ടമാണ്. ഒപ്പം തന്നെ വെറുപ്പും. വിവാഹത്തിന് ശേഷം 5 മാസം കഴിയുന്നതിന് മുൻപ് 6 മാസത്തെ ഗർഭവും ചുമന്നാണ് ഞാൻ മടങ്ങുന്നത്. അതുകൊണ്ട് ദയവായി എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ചമഞ്ഞ് വീട്ടിലേക്ക് വന്നു കയറരുത്. ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരൻ അത് കണ്ട് ചിരിക്കുന്നു വരും. പോകട്ടെ. ശോഭ. എന്താ അമ്പിക, ശോഭ തന്നയച്ചതാണോ? അതെ. കല്യാണി ഒന്ന് ഇവിടം വരെ വരണം. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവളോട് പറഞ്ഞേക്ക് വരാൻ മനസ്സില്ലെന്ന് പറഞ്ഞു. ഭർത്താവിന്റെ പൊങ്ങച്ചം കേൾപ്പിക്കാൻ വേറെ ആളെ നോക്കാൻ പറയും. എന്താ കുഞ്ഞെ? വലിയ മഹാറാണിയൊന്നും അല്ലല്ലോ, ഇങ്ങോട്ട് എഴുന്നല്ലാമല്ലോ. നക്ഷത്രങ്ങളെ കാവൽ നിൽക്കൂ, ഈ ദുഃഖ സത്യങ്ങൾക്ക് സാക്ഷി നിൽക്കൂ. നക്ഷത്രങ്ങളെ കാവൽ നിൽക്കൂ, ഈ ദുഃഖ സത്യങ്ങൾക്ക് സാക്ഷി നിൽക്കൂ. നക്ഷത്രങ്ങളെ കാവൽ നിൽക്കൂ. നിശൂന്യതയിൽ പ്രകാശവർഷങ്ങൾ നിശബ്ദമിഴഞ്ഞു പോയി. വഴിയിലീ വഴിത്താരകളെ മണ്ണിലെ മനുഷ്യന്റെ സൗവർണ ദുഃഖങ്ങൾ കണ്ടു കൺചിമ്മുന്നു നിങ്ങൾ. കണ്ണീരിൽ നീന്തുമീ സ്വർണ മത്സ്യങ്ങളെ കണ്ടു കൺചിമ്മുന്നു നിങ്ങൾ. കണ്ടു കൺചിമ്മുന്നു നിങ്ങൾ. നക്ഷത്രങ്ങളെ കാവൽ നിൽക്കൂ, ഈ ദുഃഖ സത്യങ്ങൾക്ക് സാക്ഷി നിൽക്കൂ. നക്ഷത്രങ്ങളെ കാവൽ നിൽക്കൂ. ഏതോ സന്ധ്യതൻ നിശ്വാസധാരയിൽ കോരിത്തരിക്കുമീ താഴ്വരയിൽ താഴ്വര തണലുകളിൽ വർണ്ണച്ചിറകുള്ള വന്ധ്യമോഹങ്ങൾ മൺകൂടു തേടി വരുന്നു. ഒന്നിളവേൽക്കുവാനൊന്നുറങ്ങാനൊരു മൺകൂടു തേടി വരുന്നു.
നക്ഷത്രങ്ങളെ കാവൽ നിൽക്കൂ ഈ ദുഃഖ സത്യങ്ങൾക്ക് സാക്ഷി നിൽക്കൂ നക്ഷത്രങ്ങളെ കാവൽ നിൽക്കൂ ആ ദാമോദരൻ എവിടെ? അയാൾ അങ്ങ് പോയി. എന്തേ? ഒരു കാര്യമില്ല, എന്തോ പറഞ്ഞു തെറ്റി അന്ന് ഇറങ്ങിപ്പോയതാ. ഇപ്പൊ എവിടാണെന്നറിയാമോ? അറിഞ്ഞൂടാ, നാട്ടിലെങ്ങുമില്ല. ലോറിക്കാരുടെ കൂടെയാണെന്നാ കേക്കണേ. ഇടയ്ക്കിടെ സന്നിയുണ്ട്, ഒരേ പിടിവാശിയാ, കണ്ടേ തീരുന്നാ പറയുന്നേ. ഞാനിപ്പോ വരാം. എന്റെ മോളെ, നീ വന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ? മരുന്നൊന്നും കഴിക്കുന്നില്ല മോളെ, ഒരേ വാശിയാ. എന്റെ മോള് ചെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. വരും മോളെ, ചെല്ലു മോളെ. കല്യാണി, നീ വന്നോളൂ. ഇപ്പൊ എങ്ങനെയുണ്ട് കുട്ടി? സുഖം. മരണമെടുക്കുമ്പോഴാണ് മനുഷ്യന് ഏറ്റവും വലിയ സുഖം. വേണ്ടാത്തരം പറയാതെ. വേണ്ടാത്തരമല്ല, എനിക്ക് മരണത്തെ കാണാം, തൊടാം, അത്ര അടുത്തിട്ടുണ്ട്. ശോഭി, പ്രഭുവിനുള്ള കുറിപ്പ് നോക്കൂ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു അവകാശങ്ങളുമില്ലാത്ത ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതിനെ ആ പിശാച് ബാധയുള്ള വീട്ടിൽ വളർത്തുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ കുഞ്ഞു കല്യാണിക്കുട്ടിയോടൊപ്പം വളരണമെന്നത് എന്റെ ഒരു ആഗ്രഹമാണ്. ഈ ഒറ്റ ആശയെങ്കിലും നിങ്ങൾ സാധിച്ചു തരണം. ദാമോദരൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിവനെ അയാളെ ഏൽപ്പിച്ചു കൊടുത്തേനെ. ഒന്നുമല്ലെങ്കിലും അച്ഛന്റെ കൂടെയാണല്ലോ വളരുന്നതെന്ന് എനിക്കൊരു സമാധാനമുണ്ടായേനെ. എന്തൊക്കെയായി പറയുന്നത്? നീ ഭാഗ്യവതിയാണ് കല്യാണി. വിവാഹാശംസകളുടെ കൂടെ ഭർത്താവ് അബോർഷൻ ചെയ്ത കുട്ടികളുടെ മരണക്കുറി വായിക്കേണ്ടി വന്നില്ലല്ലോ. പരസ്പരം വെറുക്കുകയും ഭയക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ ഇടയിൽ കഴിയേണ്ടി വന്നില്ലല്ലോ. ഭർത്താവിന്റെ അടിയേറ്റ് വീണ് കിടക്കുമ്പോൾ അയാളുടെ രണ്ടാനച്ഛൻ കടന്നു വന്ന് കിടക്ക പങ്കിടേണ്ടി വന്നില്ലല്ലോ. ശോഭേ, ഞാൻ അയാൾക്ക് വഴങ്ങിക്കൊടുത്തു.
അച്ഛനേക്കാൾ പ്രായമുള്ള ആ മൃഗം വന്ന് തൊട്ടപ്പോഴേക്കും ഞാൻ അയാളുടേതായി. എല്ലാം പ്രഭുവിനോടുള്ള വൈരാഗ്യം തീർക്കല. വല്ലതും കഴിക്കണ്ടേ? എനിക്കൊന്നും വേണ്ട. ആ കുട്ടിക്ക് സുഖമില്ലാണ്ടായിരുന്നു വെച്ച്. അതൊന്നുമല്ല, നീ പോയി കഴിച്ചോളൂ. കുഞ്ഞേ, ഒരു ടെലഗ്രാം. പാവം ശോഭക്കുഞ്ഞ് പോയി. ശോഭ ഒരു കുറിപ്പ് എഴുതി വെച്ചിരുന്നു. അറിയാം. കല്യാണിക്കുട്ടിക്ക് സമ്മതമാണെങ്കിൽ ഈ കുഞ്ഞിനെ ഞാൻ വളർത്താം. സാധ്യമല്ല. ശോഭയ്ക്ക് ഞാൻ വാക്ക് കൊടുത്താണ്. കൊടുത്ത വാക്കുകളെല്ലാം പാലിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ശോഭയുടെ ഓർമ്മ എനിക്ക് ഈ കുഞ്ഞിലാണ്. ഈ കുഞ്ഞിനെ കാണാൻ വല്ലപ്പോഴെങ്കിലും എനിക്കിവിടെ വന്നുകൂടെ?